ഇതൊരു ലിറ്റിൽ ബേർഡ് ആണ്. വെരി കെയർഫുൾ. അതിനുശേഷം ഗ്ലൗസ് എടുക്കും. ഇത് ചിലപ്പോൾ ഇത് ബൈറ്റ് ചെയ്യും. ഞാൻ ഈ ടൈപ്സ് ഓഫ് ബേർഡ്സിനെ കണ്ടിട്ടുണ്ട്. എന്താ പറ്റിയേ നമ്മ നോക്കും ആദ്യം. എനിക്കതിനെ ഡർപ്പീന്ന് നെയിം ചെയ്തു. ഡർപ്പി സോ ക്യൂട്ട്. എനിക്ക് ഗോൾഡ് മെഡലും കിട്ടിയ സ്റ്റാർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്. ഓണത്തിനിടയ്ക്ക് പോയിട്ട് വെച്ചോടാം. അവൻ്റെ കാലിന് എന്താ പറ്റിയെന്ന് നോക്കടി ആദ്യം. അയ്യോടാ പാവം. ഇച്ചിരി വെള്ളം കൊടുത്തു നോക്കി. നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് അതിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ അടുത്ത് പോകണ്ടേടി. കുറച്ച് വെള്ളം കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് ആ വാതിൽ പറഞ്ഞ് അവിടെ വെക്കുക. അതിന് പറന്ന് പോകാൻ പറ്റുമെങ്കിൽ പോട്ടെ. പാവടിയത്. അതേ വെയിലായിട്ട് തളർന്ന് വല്ലതും വീണോ. എനിക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും. വെച്ച് വെള്ളം കൊടുത്ത് നോക്കി, കുടിക്കുമോ നോക്കി. ടുട്ടുവിന് ഇതിനൊരു പെറ്റായിട്ട് കൂട്ടിലിട്ട് വളർത്തണം എന്നുള്ളൊരാഗ്രഹം. അതിനു വേണ്ടി കരയുന്നതാണ് ഈ കാണുന്നത് മുഴുവൻ. ഇത് പെറ്റായിട്ട് വളർത്തുന്ന കിളിയല്ലാന്ന് പറഞ്ഞിട്ട് ആശാത്തി സമ്മതിക്കുന്നില്ല ഒട്ടും. പക്ഷെ നീ അതിനെ കൂട്ടിലടച്ച് വളർത്താൻ. ഇത് പെറ്റല്ല, അത് വൈൽഡ് ബേർഡാ. What you are gonna do? ഞാനത് അതിനൊരു ഹോമയാണ് ഉണ്ടാക്കാം. അപ്പോൾ അത് സേഫായിട്ട് ലിവ് ചെയ്യണം. ഞാൻ ഫുഡൊക്കെ കൊടുത്തോളാം. ഞാൻ നോ മണിയും കൊണ്ട് ഞാൻ മേടിച്ചോളാം. 200 pounds കൊണ്ട്. It's not fair to do. It is fair. Please, ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ കിട്ടിയില്ല. അത് ഞാൻ മാച്ചും ബുക്കും വായിക്കുന്നില്ല. പ്ലീസ് ടി വി വേണ്ട. എടി ഇത് വൈൽഡ് ബേർഡ്സാ. ഇതിനെ പെറ്റായിട്ട് വീട്ടിൽ വളർത്താൻ പറ്റില്ല. അതിങ്ങനെ പറന്ന് നടക്കുക ചെയ്യണ്ടേ. We are not allowed to keep them inside the house. അപ്പൊ ഇതാണോ ടുട്ടു ബേർഡിന് വേണ്ടി കണ്ടുവച്ചേക്കുന്ന പുതിയ ഹോം? ടിഷ്യൂ ബോക്സ്. Then? For now, it's a safe keep here. Don't worry, you want a hole so I can breathe. Jesus Christ. പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ പണ്ട് മുതലേ ടുട്ടൂരൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉള്ളത്. കരഞ്ഞ് കാറി കൂവി എൻ്റെ പെർമിഷന് മേടിച്ച് അതിനെ കുറച്ച് ദിവസത്തേന് നോക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക ടിഷ്യൂ ബോക്സിലിട്ട്. അതിൻ്റെ അവസ്ഥ എന്താവുമോ. തൽക്കാലത്തേന് ഇപ്പം അതിൻ്റെ ഒരു കാലം ഒടിഞ്ഞ് ഇട്ടേ ഉള്ളൂ. അത്യാവശ്യം ജീവൻ മിച്ചം കിടപ്പുണ്ട്. പക്ഷേ ഇവള് മിക്കവാറും ഈ ടിഷ്യൂ ബോക്സിലിട്ട് ആ വെയിലത്ത് കൊണ്ടുവച്ച് പുഴുങ്ങിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇപ്പം അമിതമായിട്ട് മൃഗസ്നേഹം കൂടിയാലും പ്രശ്നമെന്ന് പറയുന്നത് പോലെയാണ്. ആശാത്തി അതിനെ കൊണ്ടുവച്ച് എന്താണാവോ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാലൊടിഞ്ഞ് രക്ഷപ്പെട്ട് പോയണ്ടനെ. ഇപ്പം ഇവളിത് കൊണ്ടുപോയി എന്താ പറയുക, അതിനെ ശുശ്രൂഷിച്ച് അതിനെ ചുട്ടെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പറഞ്ഞ പോലെ ഒരു കാല് മാത്രമേ അതിൻ്റെ ഒടിഞ്ഞിട്ടുള്ളൂ. ടുട്ടു ടേക്ക് കെയർ ചെയ്ത് മിക്കവാറും അതിനെ ചുട്ട് തിന്നുമെന്ന്. എടി ഇത് എന്താ അടി ഇത്? സൺഫ്ലവർ സീഡ് ലിറ്റിൽ നെസ്റ്റും വെള്ളം. ടിഷ്യൂ ബോക്സിനകത്ത് കിളി. എടി അത് കുഞ്ഞാടി. അത് സൺഫ്ലവർ സീഡൊന്നും തിന്നാറായിട്ടില്ല. പിന്നെ ഈ ബേബി എന്താണ് കഴിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. എടി അതിനെ എപ്പോഴും എടുക്കരുത്. അവിടെ വെച്ചേരെ. അത് പറന്ന് പോവാണെ പൊക്കോട്ടെ കേട്ടോ. അതിന് ഷെയ്ഡ് കൊടുക്കണ്ടേ? അയ്യോ. I told you. Yes, good. Fly away. Don't worry, you're safe. I'm gonna save it by giving it water, building it a safe nest, and giving it food, which is my mommy's sunflower seeds. അത് ഓക്കെ ആയി കഴിയുമ്പോൾ തുറന്നു വിടണം കേട്ടോ. ഓക്കെ, മനസ്സിലായിരുന്നോ? പാവം കിളി, അതിൻ്റെ കാര്യം അതോ ഗതി. രാവിലെ എഴുന്നേറ്റതേ കിളിനെ ചെക്ക് ചെയ്യാൻ പോയതാ കേട്ടോ.
ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ചത്തുപോയി. ടുട്ടുവിന് സഹിക്കാൻ പറ്റിയില്ല. ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ട് ടുട്ടു. നമ്മുടെ ഫിഷ് പോണ്ടിലൊരു മീൻ കുഞ്ഞ് ചത്തുപോയാലും ടുട്ടു ഇതുപോലെ കരച്ചിലാണ്. പിന്നെ അതിൻ്റെ ഫ്യൂണറൽ എന്നും പറഞ്ഞ് കുറേ നേരമൊക്കെ ഇരിക്കും. എന്തായാലും അതെന്തോ അസുഖമുള്ള കിളിയായിരുന്നെന്ന് തോന്നുന്നു. ബാഡ് ലക്ക് ആയിപ്പോയി, ഭയങ്കര കരച്ചിൽ.